എക്സാമിന് വേണ്ടി വേവ് ഒപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണെങ്കിൽ ആരും പേടിക്കേണ്ട. കഴിഞ്ഞ 5 വർഷത്തെ CBSEയുടെ ആണെങ്കിലും നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മറച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വേവ് ഒപ്റ്റിക്സ് 1 ഷോട്ട് ആണ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആരും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് CBSE ബോർഡിൽ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 2023 സ്റ്റേറ്റ് ബോർഡ്, കേരള സ്റ്റേറ്റ് ബോർഡിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വേവ് ഒപ്റ്റിക്സിൽ നിന്ന് ഉണ്ടായിരിക്കും. സോ ഈ 5 മാർക്കും നിങ്ങൾക്ക് ഞാനിപ്പം ഉറപ്പ് തരുവാണ്. വേവ് ഒപ്റ്റിക്സിൽ നിന്ന് ഏത് തരം ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. യെസ്, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ വേവ് ഒപ്റ്റിക്സിൻ്റെ ബോർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, CBSEക്കാണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ വേവ് ഫ്രണ്ട്സ്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മളൊരു കുളത്തിൽ, അതായത് വെള്ളം ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു കല്ല് കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ, അതായത് കുറേ ഓളങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ കുറേ വേവ്സ് അവിടെ ഉണ്ടാവും. നമുക്കറിയുന്ന കാര്യമാണല്ലോ. ഇനി ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു കല്ലോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ വേവ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അവിടെ എന്താ സംഭവിച്ചത്, ഈ കല്ലിൽ എന്തുണ്ടായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടായി. ഈ എനർജിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്. അതാണ് നമ്മൾ ഈ പറയുന്ന വേവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, അതായത് ഇവിടെയാണ് നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു പോയിന്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കും. ഇവിടെ നമ്മളൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എന്തുണ്ടായിരിക്കും, വേവ്ലെറ്റ്സ് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, ഒരുപാട് വേവ്ലെറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? ഒരുപാട് വേവ്ലെറ്റ്സ്. എന്താണ്? വേവ് ഫ്രണ്ട്സ് അല്ല, വേവ്ലെറ്റ്സ്. ഓക്കെ, സോ ഈ വേവ്ലെറ്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ സെയിം ഫേസിലുള്ള കുറേ പോയിന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സപ്പോസ് നമ്മളിപ്പം ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഒരു ഫേസ് ഉണ്ട്, അത് തന്നെ ആയിരിക്കും ഇവിടെയും 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 ഇവിടെയും. സോ ഇങ്ങനെ ഇത്രയും വേവ്ലെറ്റ്സ് മാത്രമല്ല, ഇവിടെയൊക്കെയും എന്തുണ്ട്, വേവ്ലെറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ സെയിം ഫേസ് ഉള്ള പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്സ്. ഓക്കെ, വേവ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേവ്ലെറ്റ് മനസ്സിലായി, വേവ് ഫ്രണ്ട്സ് മനസ്സിലായി. അതായത് ഒരേ ഫേസിലുള്ള വേവ്ലെറ്റ്സിലെ പോയിന്റ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ വേവ് ഫ്രണ്ട്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ ലോക്കസ് ഓഫ് ഓൾ ദി പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം which at any instant are vibrating in the same phase is called wave fronts. ഇത് തന്നെയല്ലേ നമ്മളിപ്പോഴും പറഞ്ഞത്. അതായത് നമ്മുടെ വേവ്ലെറ്റ്സ് ഉണ്ട്, അതിൽ ഓരോ പാർട്ടിക്കിളും നമ്മുടെ എന്താ പറയുന്ന വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സെയിം ഫേസിലുള്ള എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? യെസ്, നമ്മുടെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതാ, ഇതാണ് എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ കൊടുത്ത ഡിസ്റ്റർബൻസ് അവിടെയാണ്, അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സോഴ്സിൽ നിന്ന് ഇങ്ങനെ വേവ്ലെറ്റ്സ് ഫോം ചെയ്യുന്നു. വേവ്ലെറ്റ്സ് ഇങ്ങനെ ഒരുപാടുണ്ടായി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഒരേ ഫേസിലുള്ള വേവ് ഫ്രണ്ട്സ് കിട്ടി. ഇനി ഇവിടെ മാത്രമാണോ ഒരു വേവ് ഫ്രണ്ട് മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒരേ ഫേസിലുള്ള ഒരുപാട് വേവ്സ് ഉണ്ടായിരിക്കും. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ വേവ്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വേവ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വേവ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? സോ ഇതെല്ലാം എന്താണ്? ഒരു ഫേസിലുള്ളതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്.
ഇതെല്ലാം എന്താണ്? ഒരു ഫേസ് ആണ്. അതാണ് വേവ് ഫ്രണ്ട്. ഇനി ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണോ വേവ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്? അതായത് വേവ് ഇങ്ങനെ പോകുന്നു, ഈ അപ്പർ ക്രസ്റ്റിൽ മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, ഈ സൈഡിലാണെങ്കിൽ എന്തുണ്ട്? ഒരേ ഫേസിലാണെങ്കിൽ അവിടെയും എന്തുണ്ടായിരിക്കും? വേവ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഇനി ഇതുപോലെ വേവ് ഫ്രണ്ട്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വേവ് ഫ്രണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ സോഴ്സിൽ നിന്നും വേവ്ലെറ്റ്സ് ഫോം ചെയ്തു. വേവ്ലെറ്റ്സിൽ നമ്മൾ നോക്കുമ്പം സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ഫേസ് ഉള്ള കുറേ പോയിന്റ്സിൻ്റെ കളക്ഷൻ നമ്മൾ കിട്ടി. ഇനി ഇതിൽ ഓരോ പോയിന്റ്സും എന്തായിരിക്കും? സെക്കൻഡറി ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പോയിന്റ്, ഓക്കെ, അവിടെയുള്ള ഒരു പോയിന്റിൽ എന്തുണ്ടായിരിക്കും? എഗെയിൻ വേവ് ഫ്രണ്ട്സ് ഇങ്ങനെ ഫോം ചെയ്യും. ക്ലിയർ? യെസ്. അങ്ങനെ വേവ്ലെറ്റ്സ് ഫോം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തുണ്ടായിരിക്കും? സെയിം ഫേസിലുള്ള ഒരുപാട് പോയിന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കും. അതായിരിക്കും അതിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഈ വേവ് ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് വേവ് ഫ്രണ്ട്സ് ആണ് മേജർ ആയിട്ടുള്ളത്. വേവ് ഫ്രണ്ട്സിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആണ്, ദെൻ സിലിണ്ടറിക്കൽ, ദെൻ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ്. ഫസ്റ്റ് നമുക്ക് നോക്കാം സ്ഫിറിക്കൽ. സ്ഫിറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ കേസ്, അതായത് നമ്മളൊരു കുളത്തിൽ കല്ലിടുന്നു അല്ലേ, കല്ലിടുമ്പോൾ നമ്മൾ ഓളങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതെന്താണ്? ഒരു പോയിന്റ് സോഴ്സ് ആണ്. ഓക്കെ, ഒരു പോയിന്റ് സോഴ്സിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തത്? വേവ്ലെറ്റ്സ് ഫോം ചെയ്തത്. അവിടെ നിന്നാണ് നമുക്ക് വേവ് ഫ്രണ്ടിനെ കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് കിട്ടിയത് എങ്ങനെയാ? യെസ്, ഒരു സർക്കിൾ ഷേപ്പിലാണ്. പക്ഷേ ഈ വേവ് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവുക? 3D ഷേപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കിൾ 3 ഡയമെൻഷനിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? ഒരു സ്ഫിറിക്കൽ ഷേപ്പായിരിക്കും അല്ലേ? അതായത് ഇവിടെ ഈ വേവ്ലെറ്റ്സ് ഫോം ചെയ്യുമ്പം എല്ലാ ഡയറക്ഷനിലോട്ടും വേവ്ലെറ്റ്സ് ഫോം ചെയ്യും. സോ ഈ എല്ലാ ഡയറക്ഷനിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരേ ഫേസിലുള്ള ഒരുപാട് പോയിന്റ്സിൻ്റെ കളക്ഷൻ കിട്ടും, ഒരുപാട് വേവ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെ നമുക്ക് പറയാം സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, എപ്പോഴാണ്? പോയിന്റ് സോഴ്സ് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സിലിണ്ടറിക്കൽ. സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് സോഴ്സ് ലൈക്ക് ബൾബ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ വീട്ടിൽ ട്യൂബ് ലൈറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നീളത്തിലായിരിക്കും നമ്മുടെ ലൈറ്റ്. അപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്യൂബ് ലൈറ്റിൻ്റെ എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ടായിരിക്കും? യെസ്, വേവ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെയൊക്കെയുള്ള പോയിന്റ്സിനെ നമ്മൾ കളക്ട് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലോട്ടും ആരുണ്ട്? യെസ്, നമ്മുടെ വേവ്ലെറ്റ്സ് ഉണ്ട്. ആ വേവ്ലെറ്റ്സിൽ എന്തുണ്ട്? യെസ്, ഓരോ സെയിം ഫേസിലുള്ള പോയിന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ആ കളക്ഷൻ എല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, സെയിം ഫേസ് ഉള്ള പോയിന്റ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ട്യൂബ് ലൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇനി ഈ ലീനിയർ സോഴ്സിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാണ്? സ്ലിറ്റ് ആണ്. ഓക്കെ, സ്ലിറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് എങ്ങനെയായിരിക്കും? യെസ്, ഇതുപോലെ സിലിണ്ടറിക്കൽ ആയിരിക്കും അതിൻ്റെ വേവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൽ കളക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ? ഇനി പ്ലെയിൻ വേവ് എല്ലാത്തിനേക്കാട്ടിലും വളരെ ഈസിയാണ്. സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സൂര്യന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യൻ ഇവിടെ നിൽക്കുവാണ്. ഓക്കെ, അതായത് ഒരു ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലാണ് നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. അങ്ങനെ സൂര്യൻ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു പോയിന്റ് സോഴ്സ് ആയിട്ടാണ് അല്ലേ? അപ്പം ഒരു പോയിന്റ് സോഴ്സ് ഒരുപാട് അകലെ, ഓക്കെ, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് അകലെ ഇരിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന വേവ് ഫ്രണ്ട്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്ഫിറിക്കൽ ആണ്. ഓക്കെ, സ്ഫിറിക്കൽ ഷേപ്പാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിയുമ്പം നമുക്ക് ഈ സ്ഫിറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടുക. ആ ചെറിയ ഭാഗം നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബലൂൺസ് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ബലൂൺസിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫിറിക്കൽ ഷേപ്പാണ്. ഓക്കെ, ഈ സ്ഫിറിക്കൽ ഷേപ്പിൻ്റെ മുകളിൽ, ഒരു ബലൂണിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇൻസെക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കുഞ്ഞ് ഇൻസെക്റ്റ് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതിനത് സ്ഫിയർ അല്ല, അതിനൊരു പ്ലെയിൻ സർഫസിലിരിക്കുന്ന പോലെയാണ് അല്ലേ? ഒരു കുഞ്ഞ് ഇൻസെക്റ്റ് വന്നിട്ട് ഒരു ബലൂണിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് സ്ഫിറിക്കൽ സ്ട്രക്ചർ ആണെന്ന്. പക്ഷേ ആ ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ഒരു പ്ലെയിൻ സർഫസിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഉള്ള വേവ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെങ്ങനെയായിരിക്കും? യെസ്,
നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ആയിരിക്കും, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. അത് പോയിന്റ് സോഴ്സ് മാത്രമാണോ? അല്ല, ലീനിയർ സോഴ്സ് ആണെങ്കിലും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആ പോർഷൻ എങ്ങനെയാണ്? പ്ലെയിൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 ടൈപ്പ് വേവ് ഫ്രണ്ട്സ് പഠിച്ചു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ വേവ് ഫ്രണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഒരു പ്ലെയിൻ വേവ് വരുവാണ്. ഓക്കെ, പ്ലെയിൻ വേവ്സ് ഇങ്ങനെ വരുവാണ്. ആ പ്ലെയിൻ വേവ്സിനെ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഒരു കൺവേർജിങ് ലെൻസ് വെച്ചു. ഓക്കെ അല്ലേ? കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, അത് ലൈറ്റിനെ ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ ഒരു പോയിന്റിലോട്ട് അതിനെ കൺവേർജ് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് സോഴ്സ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും? അത് സ്ഫിറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്ലെയിൻ വേവ് ആയിരുന്നു. ആ പ്ലെയിൻ വേവിനെ നമ്മളൊരു ലെൻസ് വെച്ച് കഴിഞ്ഞപ്പോൾ, ഒരു കൺവേർജിങ് ലെൻസ് വെച്ചപ്പോൾ അത് ആ ലൈറ്റ് എന്തായി? കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് ഫോക്കസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സോ പ്ലെയിൻ വേവിനെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്തു? സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമ്മളൊരു പ്ലെയിൻ വേവിനെ തന്നെ നമ്മളൊരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് സിലിണ്ടറിക്കൽ ആയിരിക്കും വേവ് ഫ്രണ്ട് വരുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? സിലിണ്ടറിക്കൽ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഒരു പ്ലെയിൻ വേവ് വരുന്നു. ആ പ്ലെയിൻ വേവ് സ്ലിറ്റിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഈ സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ പ്രിസം. ഓക്കെ, പ്രിസത്തിലൂടെ നമ്മളൊരു പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ പറഞ്ഞു വിടുവാണ്. അതങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിരിച്ച് നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടായിരിക്കും, കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടുള്ള പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേവ് ഫ്രണ്ട്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തിനാണ് ഇത്രയും നേരം വേവ് ഫ്രണ്ട്സിനെ പറ്റിയും വേവ്ലെറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ വിഷ്വൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഒന്നും കണ്ടില്ലെങ്കിലും നമുക്കറിയാം ഒരു ട്യൂബ് ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്, നമുക്കറിയാം. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ പറയുവാണ് ഒരു കാലഘട്ടത്തിൽ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് വരുവാണ് ലൈറ്റിന് വേവ് നേച്ചറാണ്. ഓക്കെ, സോ ആ ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ പറ്റി പറയുന്ന ഒരു തിയറിയാണ് ഹൈഗൻസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തിയറി നോക്കി നോക്കാം. എവ്രി പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട്, നമ്മൾ പറഞ്ഞു വേവ് ഫ്രണ്ട്സ് ഫോം ചെയ്യും. ആദ്യം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി വേവ്ലെറ്റ്സ് ഫോം ചെയ്തു. അവിടെ സെയിം ഫേസിലുള്ള പോയിന്റ്സിൻ്റെ കളക്ഷൻ നോക്കി നമുക്ക് വേവ് ഫ്രണ്ട്സ് കിട്ടി. വേവ് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സും ഓക്കെ ബിക്കംസ് ദി സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഈ വേവ് ഫ്രണ്ടിലെ പ്രൈമറി വേവ് ഫ്രണ്ടിൽ ഓരോ പോയിന്റ്സും ഓക്കെ ഓരോ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫോം ചെയ്യാനുള്ള കാരണക്കാരാകും. ആൻഡ് ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ സ്പീഡിൽ തന്നെ പോവാ? ജസ്റ്റ് നമ്മുടെ സോഴ്സിൽ നിന്ന് എത്ര സ്പീഡാണോ വന്നത് അതേ സ്പീഡിൽ തന്നെയായിരിക്കും ആ വേവ്ലെറ്റ്സും മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദ ടാൻജന്റ് plane to these secondary wavelets shows the new position of wavefront. ഇപ്പോൾ നമുക്ക് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫോം ചെയ്തു. ആ ഓരോ ഫോം ചെയ്ത വേവ്ലെറ്റ്സിനും ടാൻജന്റ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ന്യൂ വേവ് ഫ്രണ്ട് കിട്ടും. ഇഫ് വി നോ ദ ഷേപ്പ് ഓഫ് ദി വേവ് ഫ്രണ്ട് അറ്റ് t is equal to 0, ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. t is equal to 0 ആയിരിക്കുന്ന സമയത്ത് ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഹൈഗൻസ് വേവ് തിയറിയിൽ പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഓരോ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സും സെക്കൻഡറി വേവ്ലെറ്റ്സിനെ ജനറേറ്റ് ചെയ്യും. അതെല്ലാം സെയിം സ്പീഡിൽ തന്നെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോയിന്റാണ് ഓരോ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെയും ടാൻജൻറ്റ് നമ്മൾ കൂട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, പുതിയൊരു വേവ് ഫ്രണ്ട് കിട്ടും. t is equal to 0 ടൈമിൽ നമുക്ക് വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് അറിയാമെങ്കിൽ ഒരു ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുള്ള ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഹൈഗൻസ് തിയറി പറഞ്ഞത്. ഇനി ചുമ്മാ ഈ തിയറി പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് എന്തിനും എന്ത് വേണം? പ്രൂഫ് വേണം.
ക്ലിയർ അല്ലേ? സോ അങ്ങനെ പ്രൂഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈറ്റിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ഇൻസിഡൻറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്ലക്റ്റിംഗ് ആംഗിൾ. ഓക്കെ, സോ നമുക്കിവിടെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ട്. എ ബി ആണ് നമ്മുടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എ ബി ആണ് നമ്മുടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ വേവ് ഫ്രണ്ട് ഇതാ ഇങ്ങനെ വന്നു. സർഫസ് ആണ് എം എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിൽ ഇതാ ഇങ്ങനെ വന്ന് വീണു. അപ്പം നമ്മുടെ എ പോർഷൻ ആണ് സർഫസിൽ ആദ്യം വന്ന് വീഴുന്നത്. ദെൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആരെത്തുന്നത്? ബി എന്ന് പറയുന്ന ആ സൈഡ് ഇങ്ങനെ എത്തുന്നത്. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? ഡെഫിനറ്റ്ലി എയിലുള്ള ഭാഗം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. സോ അതിനോടൊപ്പം തന്നെ ബി ട്രാവൽ ചെയ്ത് നമ്മുടെ സർഫസിലോട്ട് എത്തും. ക്ലിയർ അല്ലേ? നമ്മുടെ വേവ് ഫ്രണ്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് ഇതാ ഇങ്ങനെ ട്രാവൽ ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ വരും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇ സി എന്ന് പറയുന്ന വേവ് ഫ്രണ്ട്. ക്ലിയർ? സോ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയേണ്ടത് ഈ ബി സി ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ബി സി ഡിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്കറിയാം വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടൈം എന്ന് പറയുന്നത്, അതായത് ബി ടു സി ട്രാവൽ ചെയ്യാനെടുത്ത സമയം ടോ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ടോ ആണ് ടൈം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കില്ല. അതായത് ഈ മീഡിയത്തിലൂടെ ഈ വേവ് ഫ്രണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ദാറ്റ് ഇസ് വി. വി ഇൻറ്റു ടോ ആയിരിക്കില്ലേ അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയവും വെലോസിറ്റിയും അറിയാമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാക്കാമല്ലോ. സോ നമുക്ക് കിട്ടി വി ടോ. ഇനി അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതൊന്നുമല്ല, ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റിംഗ് ആംഗിളും സെയിം ആണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സർഫസുമായിട്ട് നമ്മളിതാ ഒരു നോർമൽ വരച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നോർമൽ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വേവ് ഫ്രണ്ട് വന്ന് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ. ക്ലിയർ? ഇൻസിഡൻറ്റ് ആംഗിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെയും ഐ ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വേവ് ഒപ്റ്റിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ വേഗം പോവുക, വാച്ച് ചെയ്യുക. കാരണം അത് വളരെ ഈസിയാണ്. നമ്മൾ ഒരു ആംഗിൾ എടുക്കുന്നു, അത് 90 ഡിഗ്രി ആണെന്നറിയാം. ദെൻ അതിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് ഇവിടെ ഇൻസിഡൻറ്റ് ആംഗിൾ ആയി കിട്ടും. അറിയാത്തവർ വേഗം പോയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ദെൻ ഡെഫിനറ്റ്ലി നമുക്ക് ഇതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് കിട്ടി. ഇനി ഞാൻ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് യെസ് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുക്കുവാണ്. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, പിന്നെ ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ഇ സി. ഓക്കെ, ട്രയാങ്കിൾ എ ഇ സി. ഇനി ഞാൻ ഈ 2 ട്രയാങ്കിളിലും ആംഗിൾസ് അല്ലെങ്കിൽ സൈഡ്സ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഇതിന് 2 കോമൺ ഒരു സൈഡ് ഉണ്ട്, എ സി. ഓക്കെ, എ ബി സി ട്രയാങ്കിളിൻ്റെ ആണെങ്കിലും എ ഇ സി ട്രയാങ്കിളിൻ്റെ ആണെങ്കിലും കോമൺ സൈഡാണ് എ സി. അതായത് രണ്ടിൻ്റെയും ഒരു സൈഡ് ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം ഇവിടെ ഈ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എ ഇ എന്ന് പറയുന്നത്. കാരണം എന്താണ്? യെസ്, ഇവിടെ മീഡിയം ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ എത്ര ഡിസ്റ്റൻസ് എടുത്തോ അത് തന്നെയായിരിക്കും ഇവിടേക്കും. ക്ലിയർ? ഈ വേവ് ഫ്രണ്ട് ഇതാ, നമ്മുടെ വേവ് ഫ്രണ്ട് ഇതാ ഇങ്ങനെ വന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് സിയിലോട്ട് എത്തുന്നത് വരെ ഉള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസും. ക്ലിയർ? ഇനി നമുക്കറിയാം ഇത് നമ്മുടെ വേവ് ഫ്രണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി വിച്ച് ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഇ സി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 2 സൈഡുകളും ഈക്വൽ ആണ് ആൻഡ് ഇവർ തമ്മിൽ, അതായത് ഈ ഈക്വൽ ആയിട്ടുള്ള ഇതിന് അടുത്ത് കിടക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ നമ്മൾ പറയുന്ന പേരാണ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ. അങ്ങനെയുള്ള ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ 2 ട്രയാങ്കിളുടെയും എ സി സൈഡ് ഒരുമിച്ച് വെച്ചു, ബി സിയും എയും ഒരുമിച്ച് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ആംഗിളുകളും എന്തായിരിക്കും? യെസ്, കറസ്പോണ്ടിങ് ആയി വരുന്ന ആംഗിളുകളും സെയിം ആയിരിക്കും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ഐക്ക് ഈക്വൽ ആയി വരുന്ന ആംഗിൾ ഏതായിരിക്കും? യെസ്, നമ്മുടെ റിഫ്ലക്റ്റിംഗ് ആംഗിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ ചെയ്തത്? ആകെ നമ്മളിത് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും? കറസ്പോണ്ടിങ്ലി വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിളിന് ഈക്വൽ ആയിരിക്കും റിഫ്ലക്റ്റിംഗ് ആംഗിൾ.
ഇതല്ലേ ലോ ഓഫ് റിഫ്ലക്ഷൻ, ഇത് നമുക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, അതായത് ഒരു ലൈറ്റ് ഒരു വേവ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രൂഫ് കഴിഞ്ഞു, അതായത് ലോ ഓഫ് റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ഡിഫൈൻ ദ ടേം വേവ് ഫ്രണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദെൻ യൂസിങ് ഹൈഗൻസ് വേവ് തിയറി വെരിഫൈ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ, ഇപ്പം തന്നെ നമ്മൾ ചെയ്തോളൂ. ഇത് CBSE 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷൻ മിസ് ചെയ്യരുത്. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കൺസിഡർ എ പോയിന്റ് സോഴ്സ് എമിറ്റിംഗ് വേവ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, ഒരു പോയിന്റ് സോഴ്സ് ആണ്. ആ പോയിന്റ് സോഴ്സിൽ നിന്നും എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഇതായി ഇങ്ങനെ പോകുന്നുണ്ട്. ഡ്രോ 2 വേവ് ഫ്രണ്ട്സ് വെരി നിയർ ടു പോയിന്റ് സോഴ്സ്. പോയിന്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? സ്ഫിറിക്കൽ ആണ്, നമുക്കറിയാം. നെക്സ്റ്റ്, യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദാറ്റ് ഇസ് ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആഫ്റ്റർ പാസിംഗ് ത്രൂ എ തിൻ കോൺവെക്സ് ലെൻസ്? നമ്മൾ പറഞ്ഞു കോൺവെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർജിങ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ വേവ് അതിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ അതൊരു പോയിന്റ് സോഴ്സ് ആയിട്ട് മാറും, പിന്നെ അത് സ്ഫിറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് കൺവേർട്ട് ആവും. ഇത്രയും കാര്യങ്ങൾ, ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഇത് കേരള ബോർഡിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസ്, ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഇനി നമ്മൾ നോക്കേണ്ടത് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓർമ്മ വരേണ്ടത് ആരാണ്? സ്നെൽസ് ലോ ആണ്. അപ്പോൾ നമ്മുടെ മനസ്സ് സെറ്റാക്കാൻ നമ്മളിവിടെ സ്നെൽസ് ലോട്ടിലോട്ടാണ് എത്തേണ്ടത്. സോ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ മീഡിയം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് റയറർ ആണോ ഡെൻസർ ആണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. സിംപ്ലി നമ്മൾ പറയുവാണ്, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പ്ലെയിൻ വേവ് ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മുടെ പ്ലെയിൻ വേവ് ഏതാണ്? AB ആണ് നമ്മുടെ പ്ലെയിൻ വേവ്. ഓക്കെ, ആ പ്ലെയിൻ വേവ് വന്നിട്ട് ഫസ്റ്റ് A എന്ന് പറയുന്ന ഭാഗം സർഫസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുക? യെസ്, ഈ B വന്നിട്ട് സർഫസിൻ്റെ അവിടെ എത്തണം. അതായത് BC എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ BC എന്ന് പറയുന്നത് ഇവിടെ റിഫ്രാക്ട് ചെയ്തു പോയ AEക്ക് ഈക്വൽ ആയിരിക്കും? ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഇവിടെയുള്ള വെലോസിറ്റിയും ഡിഫറെൻ്റ് ആണ്. സോ ഇവിടേക്ക് എടുത്ത സമയം T ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BC എന്ന് പറയുന്നത്, ഓക്കെ, BC എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെയുള്ള വെലോസിറ്റി V1 ആണ്. അങ്ങനെയാണെങ്കിൽ എടുത്ത ടൈം T ആണ്. സോ BC വിച്ച് ഇസ് ഈക്വൽ ടു V1T. ഇനി നെക്സ്റ്റ് AE എന്തായിരിക്കും? AE വിച്ച് ഇസ് ഈക്വൽ ടു അവിടെയുള്ള വെലോസിറ്റി V2 ആണ്. V2 ഇൻറ്റു T. ക്ലിയർ ആയല്ലോ? രണ്ടും വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കില്ല. കഴിഞ്ഞ കേസിൽ മീഡിയം ചേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു, വെലോസിറ്റി സെയിം ആണ്, ടൈം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇനി നെക്സ്റ്റ്, നമ്മുടെ നോർമലുമായിട്ട് ഇൻസിഡൻറ്റ് ആംഗിൾ I ഉണ്ട്, ഇവിടെ നമ്മുടെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ആണ്. ഓൾറെഡി നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ വേവ് ഒപ്റ്റിക്സിൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേഗം പോയി വിസിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ I എങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ സൈൻ I നമുക്കൊന്ന് നോക്കാം. സൈൻ I വിച്ച് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താ വരുന്നത്? BC ആണ്. ദാറ്റ് ഈസ് V1T ഡിവൈഡഡ് ബൈ ഏതാണ്? AC. ഓക്കെ, കിട്ടി. ഇനി സൈൻ R റിഫ്രാക്റ്റിംഗ് ആംഗിളിൻ്റെ സൈൻ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ R വരും. ഇത് മനസ്സിലാവാത്തൊരു വേഗം പോയി നമ്മുടെ വീഡിയോ കാണാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് V2T ആണ് ഡിവൈഡഡ് ബൈ AC. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? സ്നെൽസ് ലോ ആണ്. സൈൻ I ബൈ സൈൻ R. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു V1T ഡിവൈഡഡ് ബൈ V2T വിച്ച് ഇസ് ഈക്വൽ ടു, കാരണം എന്താണ്? AC ക്യാൻസൽ ആയി പോവും, Tയും ക്യാൻസൽ ആയി പോവും, V1 ബൈ V2 എന്ന് പറയും. ഓക്കെ, ഈ സൈൻ I ബൈ സൈൻ R നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിൽ നമ്മൾ പറയുന്നുണ്ട് ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് റിഫ്രാക്റ്റിംഗ് ഇൻഡെക്സ്, ഓക്കെ, മ്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? C ബൈ V ആണ്. ഓക്കെ അല്ലേ? റിഫ്രാക്റ്റിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ പറയുന്നത്. സോ അതെന്താണ്? റേഷ്യോ ഓഫ് മീഡിയം 1 വെലോസിറ്റി ഓഫ് മീഡിയം 1 ആൻഡ് മീഡിയം 2. എയർ ആണെന്നുണ്ടെങ്കിൽ C ആയിരിക്കും ഡിവൈഡഡ് ബൈ V. ഏതാണോ മീഡിയം എടുക്കുന്നത് ആ മീഡിയത്തിലുള്ള വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ μ1 എന്ന് പറയുന്നത് എന്തായിരിക്കും? C ബൈ V1 ആയിരിക്കും. ആൻഡ് μ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, C ബൈ V2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻസ്, അതായത് μ2 ഡിവൈഡഡ് ബൈ μ1 ഞാൻ കാണുവാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? C ബൈ V2 divided by C by V1 which will be equal to
യെസ് V1 by V2. അതായത് V1 by V2 നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? mu2 divided by mu1 which is equal to mu21. ക്ലിയർ ആയല്ലോ? അതായത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഇവിടെ ലോ ഓഫ് റിഫ്രാക്ഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് കാണിച്ചത്. സോ നമുക്കറിയാം ഈ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് V2t ആണ്, ഇവിടെ വരുന്നത് V1t ആണ്. അങ്ങനെയാണെങ്കിൽ sin I by sin R കണ്ടുപിടിക്കുന്നു. നമുക്ക് V1 by V2 കിട്ടുന്നു. ദെൻ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേമിലോട്ട് മാറ്റുന്നു. ക്ലിയർ? ലോ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് സ്നെൽസ് ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? sin I divided by sin R which is equal to V1 by V2 which is equal to mu21. ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി രണ്ട് കേസസ് വരാം. ഇവിടെ രണ്ട് മീഡിയം ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം ആകാം, സെക്കൻഡ് റയറർ ആകാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ റയററും ഇവിടെ ഡെൻസറും ആകാം. സോ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിലാണ്. ഓക്കെ, ഡെൻസർ മീഡിയത്തിലാണ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് വരുന്നത്. ആൻഡ് റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റയററിലാണ്. ഓക്കെ, റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റയററിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡെൻസർ മീഡിയം ആണെങ്കിൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഡെൻസർ മീഡിയം ആണെങ്കിൽ വെലോസിറ്റി, അതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ വേവ് ഫ്രണ്ട് എന്തിനോട് അടുക്കും? നോർമലിനോട് അടുക്കും. അങ്ങനെയാണെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ എന്തായിരിക്കും? റിഫ്രാക്റ്റിംഗ് ആംഗിളിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഓക്കെ, ഇൻസിഡൻറ്റ് ആംഗിൾ റിഫ്രാക്റ്റിംഗ് ആംഗിളിനെക്കാട്ടിലും ചെറുതായിരിക്കും. കാരണം എന്താണ്? മീഡിയം ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ അത് നോർമലിൽ നിന്ന് അകലാൻ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എങ്ങനെയാണെങ്കിൽ? റയറർ ടു ഡെൻസർ ആണെങ്കിൽ. ആൻഡ് നമുക്കറിയാം വെലോസിറ്റി കൂടുതലാണെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് Z/V ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് V കുറയേണ്ടതല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ V1 കുറവാണ്, അവിടെ എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെലോസിറ്റി കുറവാണ്, പക്ഷെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ഇവിടെ വെലോസിറ്റി കൂടുതലാണ്, ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഓക്കെ അല്ലേ? അപ്പം ഡെൻസർ ടു റയറർ മീഡിയം ആണ്. അതായത് റയറർ മീഡിയത്തിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ചെറുതായിരിക്കും റിഫ്രാക്റ്റിംഗ് ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വെലോസിറ്റിയുടെയും നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെയും ചേഞ്ചസ് ആണ് ബാക്കി. ഇനി നമുക്ക് നോക്കാം, ഡെൻസർ മീഡിയത്തിലും റിഫ്രാക്ഷൻ നടക്കാം. അതായത് നമ്മുടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് റയറർ മീഡിയത്തിലും റിഫ്രാക്ഷൻ നടക്കുന്നത് ഡെൻസർ മീഡിയത്തിലും ആണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ? യെസ്, ഇവിടെ ഡെൻസിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ റയറർ മീഡിയം ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ വെലോസിറ്റി കുറവാണ്. ഓക്കെ, വെലോസിറ്റി കൂടുതലാണ് ഇൻ ദ സെൻസ് mu1 എന്ന് പറയുന്നത് കുറവാണ്, ഇവിടെ V2 കുറവാണ്, സോ mu2 കൂടുതലായിരിക്കും. ഇനി ആംഗിൾ പറയുകയാണെങ്കിലോ, ആംഗിൾ ഫസ്റ്റ് കേസിൽ ഇൻസിഡൻറ്റ് ആംഗിൾ വലുതായിരിക്കും, റിഫ്രാക്റ്റിംഗ് ആംഗിൾ ചെറുതായിരിക്കും. കാരണം ഇവിടെ വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഇതാ നമ്മുടെ നോർമലിനോട് അടുക്കും. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഫ്രാക്ഷനിൽ പറയാനുള്ളത്. സോ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ഡിഫൈൻ ദി ടേം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് velocity of light in air to velocity of light in medium. അല്ലെങ്കിൽ നമുക്ക് പറയാം റേഷ്യോ ഓഫ് വെലോസിറ്റി ഇൻ മീഡിയം 1 to medium 2. Then verify Snell's law of refraction when a plane wavefront is propagating from a denser to a rarer medium. നമ്മൾ കേസ് പറഞ്ഞതാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉള്ളവർ വേഗം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമ്മുടെ CBSE 2019 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്റ്റേറ്റ് ബോർഡിലാണെങ്കിലും CBSEയിലായാലും ഡോപ്ലർ എഫക്റ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സിനെയും ഒബ്സർവറിനെയും അനുസരിച്ചിട്ട് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ്, ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന അപ്പാരൻറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നമ്മളൊരു വീഡിയോ ഉണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വേഗം പോയി കാണാം, പഠിക്കുക. ഓക്കെ, യെസ്.
Then next is coherent and incoherent. Coherent and incoherent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എന്താണ് കൊഹിറൻറ്റ് എന്താണ് ഇൻകോഹിറൻറ്റ് എന്ന് ചോദിക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതറിയാതെ നമുക്ക് അടുത്തൊരു സെഷനിലോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൊഹിറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊഹിറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. അതായത് സോഴ്സിന് സെയിം ഫ്രീക്വൻസി ആയിരിക്കും. സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിന് സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, സെയിം വേവ് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഫേസ് ആയിരിക്കും, ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ കൊഹിറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെയിം വേവ് ലെങ്ത്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, അല്ലെങ്കിൽ സെയിം ഫേസ്, അല്ലെങ്കിൽ സെയിം കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഇതൊന്നും അല്ലെങ്കിൽ എന്താണ്? ഇൻകൊഹിറൻറ്റ് ആണ്. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ കൊഹിറൻറ്റ് ഇൻകൊഹിറൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന സംഭവം വേവ്സിന് മാത്രമുള്ളതാണ്. ഓക്കെ, അതായത് വേവ്സിൻ്റെ കൂടിച്ചേരലാണ്. ഓക്കെ, വേവ്സിൻ്റെ കൂടിച്ചേരലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. വേവ്സ് തമ്മിൽ കൂടിച്ചേരുന്നു. സോ ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് വിചാരിക്കുക, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ബി എന്ന് വിചാരിക്കുക. ഇനി ഇത് രണ്ടും തമ്മിൽ കൂടി ചേരുമ്പം എന്ത് കിട്ടും നമുക്ക്? യെസ്, എ പ്ലസ് ബി ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു വേവ് കിട്ടും. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ എന്താ ചെയ്യേണ്ടത്? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, പോയി വീഡിയോ കാണുക, പഠിക്കാം. ഓക്കെ, സോ യെസ്, ഇതാണ് നമ്മുടെ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് ഇവിടെ ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യും? ഇൻ്റർഫിയർ ചെയ്യും. സോ ഡെഫിനറ്റ്ലി നമ്മുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും, അതായത് നമുക്ക് രണ്ട് വേവ്സ് ഉണ്ട്, ആ രണ്ട് വേവ്സ് കൂടി ചേർന്ന് കഴിയുമ്പം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും വരുന്നത്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? യെസ്, എ വിച്ച് ഇസ് ഈക്വൽ ടു √A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി വിച്ച് വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos 5. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ല രീതിയിൽ എല്ലാവരും ഈ ഒരു ഫോർമുല, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുലയും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. ഇനി ഈ ഇൻ്റർഫറൻസ് തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേവ്സ്, അതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രസ്റ്റ് വരുന്നതും ഇതിൻ്റെ ക്രസ്റ്റ് വരുന്നതും ഒരുപോലെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്പൈൻ ചെയ്ത് വരുമ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ യെസ്, ടോട്ടൽ ഇവിടെ വരുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ക്രസ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ ട്രഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴത്തോട്ട് എത്ര വരും? ഇത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് 2 ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കിട്ടും. ഇനി ഡിസ്ട്രക്റ്റീവ് എന്താണ്? ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ക്രസ്റ്റ് വരുന്നിടത്ത് ഇവിടെ ട്രഫാണ് വരുന്നത്. അതായത് ഒരു വേവ് ഇങ്ങനെയും ഒരു വേവ് ഇങ്ങനെയാണോ കൂടിച്ചേരുന്നത്. റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഇനി രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം അല്ല എങ്കിൽ ഇതിൻ്റെ വരുന്നത് A1 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ അത് A2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A1 മൈനസ് A2 ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവിലാണെങ്കിലോ, കൺസ്ട്രക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ A1 പ്ലസ് A2 ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഇതിൻ്റെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ആണ്. അപ്പം ഈ പാത്ത് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഈക്വൽ ടു λ/2π ഇൻറ്റു 5. ദാറ്റ് ഇസ് ഫേസ് ഡിഫറൻസ്. അപ്പം പാത്ത് ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ? അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു വേവ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് 0 ആണ്, ഇത് π/2 ആണ്, ഇത് പൈ ആണ്, ഇത് 3π/2 ആണ്, ഇത് 2π ആണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 1 ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് 1 ലാംഡ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലാംഡയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആണ് 2π എന്ന് പറയുന്നത്. ഓക്കെ, 1 ലാംഡയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആണ്
2 pi. So നമുക്ക് എഴുതാം path difference which is equal to, path difference always നമ്മൾ ലാംഡയുടെ ടേംസിലാണ് പറയുന്നത്, which is equal to lambda by 2 pi 5. ഇനി ഫേസ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സിമ്പിൾ 2 pi by lambda into delta path difference. ഓക്കെ, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസിന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു 2 ഐഡൻറ്റിക്കൽ വേവ്സ്. ഓക്കെ, സിമ്പിൾ, നമുക്കറിയാം ഇൻറ്റൻസിറ്റി, റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്, I1 which is equal to I2 which is equal to I0, അതായത് 2 ഐഡൻറ്റിക്കൽ വേവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് I which is equal to I0 പ്ലസ് 2 I0 ഇൻറ്റു I0 സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുക്കുമ്പം അഗെയിൻ I0. ഓക്കെ, ദെൻ കോസ് 5. ഓക്കെ, കോസ് 5 നമുക്ക് മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കും, 1 വരുമ്പോഴാണ് മാക്സിമം വരുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2I0 പ്ലസ് 2I0 കോസ് 5 എന്ന് വരും. ഓക്കെ, ക്ലിയർ. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, 2I0 എടുത്തിട്ട് ദെൻ 1 പ്ലസ് കോസ് 5. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി ഞാൻ പറയുന്നത് മാക്സിമം റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി മാക്സിമം I max അതെപ്പോഴായിരിക്കും, നമുക്ക് ഈ ഒരു റിസൾട്ടിന്, അതായത് I1 പ്ലസ് I2 പ്ലസ് 2 I1 I2, ഓക്കെ, കോസ് 5യുടെ വാല്യൂ 1 വരുമ്പോഴായിരിക്കുമല്ലോ അത് മാക്സിമം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോസ് 5നെ മാറ്റി നിർത്തി നമുക്ക് കിട്ടിയത് പ്ലസ് 1 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് കോസ് 5ക്ക്. അങ്ങനെയാണെങ്കിൽ I1 പ്ലസ് I2 പ്ലസ് 2 I1 I2 എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ മാക്സിമം ഇൻറ്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഓൾ സ്ക്വയർ. ഇനി I മിനിമം എന്ന് പറയുമ്പം നമ്മുടെ കോസ് 5യുടെ വാല്യൂ എന്ത് വരണം, -1 വരണം. അതായത് I1 പ്ലസ് I2 മൈനസ് 2 ഇൻറ്റു I1 I2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2, സോറി ഇവിടെ മൈനസ് ആയിരിക്കും വരുന്നത്, ഓൾ സ്ക്വയർ. സോ I മാക്സ് ആൻഡ് I മിനിമം. ഓക്കെ അല്ലേ? സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കും, 4I0. ക്ലിയർ ആയില്ലോ? യെസ്. ഇനി മിനിമം എപ്പോഴായിരിക്കും വരുന്നത്, ഇത് -1 ആകുമ്പോഴാണ്. സോ വാല്യൂ 0 ആയിട്ട് പോകും, ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും മിനിമം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഐഡൻറ്റിക്കൽ വേവ്സിൽ നമുക്ക് പറയാനുള്ളത്. ഈസിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. സോ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സെയിം ഫേസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ക്രസ്റ്റ് വരുന്നത്, ക്രസ്റ്റ് രണ്ടാമത്തെ വേവിൻ്റെയും ക്രസ്റ്റ് വരുന്നവർ തന്നെ, ട്രഫ് വരുന്നത് രണ്ടാമത്തെ വേവിൻ്റെയും ട്രഫ് വരുന്നവർ തന്നെ സെയിം ഫേസിലായിരിക്കും. പക്ഷേ ഇവിടെ ആണെങ്കിലോ 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഫേസ് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ത് വരുമ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്നത്, ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കണം, 2n π. ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയോ 2n πയോ ആണെങ്കിലാണ് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുന്നത്. മാക്സിമം ഇൻറ്റൻസിറ്റി, ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇവിടെ ആണെങ്കിലോ യെസ്, ഒന്നുകിൽ 5 വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി വരണം, അതല്ലെങ്കിൽ 2n - 1 ഇൻറ്റു π ആയിരിക്കണം ഫേസ് ഡിഫറൻസ് വരേണ്ടത്, അതായത് മിനിമം ഇൻറ്റൻസിറ്റി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി നെക്സ്റ്റ് ഏതാണ്, പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് മാക്സിമം, അതായത് കൺസ്ട്രക്റ്റീവ് ആവണം, മാക്സിമം ഇൻറ്റൻസിറ്റി വരണമെങ്കിൽ n ലാംഡ ആയിരിക്കണം. ഇനി അതല്ല ഡിസ്ട്രക്റ്റീവ് ആണ്, മിനിമം ഇൻറ്റൻസിറ്റി ആണ് വരേണ്ടതെങ്കിൽ 2n - 1 ലാംഡ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നമ്മുടെ ഫേസ് ഡിഫറൻസ്, സോറി പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ്, 3 കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. സെയിം ഫേസ് ആണ്, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഇവിടെ 0യോ 2n πയോ വരണം ഫേസ് ഡിഫറൻസ്, ഇവിടെ 180യോ 2n - 1 πയോ വരണം. ഇനി നെക്സ്റ്റ് പറയുന്നത് പാത്ത് ഡിഫറൻസ് n ലാംഡ, ഇവിടെയാണെങ്കിൽ 2n - 1 ലാംഡ ബൈ 2 ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു മാക്സിമം വരുന്നത് A1 + A2 ആണ്. ദെൻ രണ്ടും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ടിൻ്റെയും A0 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 2A0 ആയിരിക്കും മാക്സിമം. ഇവിടെ ആണെങ്കിൽ A1 - A2 രണ്ടും സെയിം ആണെങ്കിൽ 0 ആയിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റൻസിറ്റി ആണെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി നമ്മൾ പറഞ്ഞു കോസ് 5യുടെ വാല്യൂ 1 വരുമ്പോഴാണ്, ഇവിടെ ആണെങ്കിൽ കോസ് 5യുടെ വാല്യൂ -1 വരുമ്പോഴാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് ഇട്ടത്. ഇനി രണ്ട് ഇൻറ്റൻസിറ്റീസും രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം I എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 4I ആയിരിക്കും, ഇവിടെ ആണെങ്കിൽ മിനിമം വരുന്നത് 0 ആയിരിക്കും.
ഓക്കെ, ഇൻറ്റൻസിറ്റി മിനിമം ആണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ, മാക്സിമം ആണ് നമ്മുടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് വേവ്സിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ലൈറ്റ് എന്ത് ചെയ്യണം? യെസ്, ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഒരു സോഴ്സ്, ഒരു ലൈറ്റ് സോഴ്സ് വന്നു. ആ സോഴ്സിനെ നമ്മൾ 2 സ്ലിറ്റിലൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ലിറ്റിലൂടെ പുറത്ത് വരുന്ന ലൈറ്റ് എങ്ങനെയായിരിക്കും? കൊഹിറൻ്റ് ആയിരിക്കും. അതായത് സെയിം വേവ് ലെങ്ത് ആയിരിക്കും, സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം ഫേസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ പുറത്തേക്ക്, ഈ സ്ലിറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റ് വേവ്സ്. ഓക്കെ, ദെൻ ഇത് എന്ത് ചെയ്യും? ഇത് ഇൻ്റർഫിയർ ചെയ്തിട്ട് നമുക്കൊരു സ്ക്രീനിൽ ഒരു പാറ്റേൺ വിസിബിൾ ആയിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ലൈറ്റ് വേവ്സ് വന്നതിന് ശേഷം എന്തായി? യെസ്, അത് സ്ലിറ്റിലൂടെ പാസ് ചെയ്തു. സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പം അതെന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഇൻ്റർഫിയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ ഒരു പാറ്റേൺ കിട്ടുവാണ്, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുവാണ്. ഓക്കെ, സോ ഈ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ മനസ്സിൽ നിൽക്കുക. ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഡ്ത്ത് സെയിം ആണ്, ഇൻറ്റൻസിറ്റിയും സെയിം ആണ്. സോ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ എങ്ങനെയാണ്? യെസ്, ബ്രൈറ്റ് ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എപ്പോഴാണ് വരുന്നത്? ഇൻറ്റൻസിറ്റി മാക്സിമം ആവുമ്പോൾ, ദാറ്റ് മീൻസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ. ഓക്കെ, ദെൻ ഇവിടെ മിനിമം ഡാർക്ക് കാണുന്നത് എപ്പോഴാണ്? മിനിമം ഇൻറ്റൻസിറ്റി, ദാറ്റ് ഇസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അത് വരുമ്പോഴാണ് നമുക്ക് ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്നത്. ക്ലിയർ ആയില്ല? ബ്രൈറ്റ് കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ്, ഡാർക്ക് കിട്ടുന്നത് ഡിസ്ട്രക്റ്റീവ്. ഓക്കെ, സോ അങ്ങനെ ഈ ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് എന്താണ്? ഒരു വേവ് ആണ്. സോ യെസ്, ഇവിടെ നമ്മൾ എടുക്കുവാണ്, നമ്മുടെ ഒരു സ്ലിറ്റ് എന്ന് വരുന്നതാണ് S1 ആണ്, ഇത് S2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ D എന്ന് എടുത്തു. അതുപോലെ നമ്മുടെ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ D എന്നും എടുത്തു. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്തത്? എക്സാക്ട്ലി ഈ നമ്മുടെ 2 സ്ലിറ്റിൻ്റെയും സെൻറ്ററിൽ നിന്ന് ആ ഒരു ലൈൻ വരച്ചു. ആ ലൈനിന് ലെറ്റ്സ് സേ O എന്ന് ഞാൻ പേര് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ Oയിൽ നിന്ന് ഇവിടെ നമുക്ക് A എന്നും B എന്നും കൊടുക്കാം. O to A, Oയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത്രയും ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇതെന്തായിരിക്കും? D/2 ആയിരിക്കും. ഇതും D/2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് P. ഓക്കെ, ഒരു പോയിന്റ് P ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അത് എത്രാമത്തെ ബാൻഡിൽ വരുന്നതാണ്? nth ബാൻഡിൽ വരുന്ന പോയിന്റ് ആണ് നമ്മുടെ P എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോഴ്സിൽ നിന്ന് ഇങ്ങനെ വേവ്ലെറ്റ്സ് ഫോം ചെയ്യാണ്. അപ്പം ഈ വേവ്ലെറ്റ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം നമുക്കറിയാം നമ്മൾ ഇങ്ങനെയാണ് ഇത്ര നേരം വേവ്ലെറ്റ്സ് ഫോം ചെയ്ത് കണ്ടത് അല്ലേ? സോ ഈ വേവ് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിലും തെറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വേവ്ലെറ്റ്സിന് എന്ത് ചെയ്തത്? യെസ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, 2 സോഴ്സസ് ഉണ്ട്. ആ സോഴ്സസിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, 2 സ്ലിറ്റുകളുണ്ട്. ആ 2 സ്ലിറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. ഈ സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് എങ്ങനെയാണ്? കൊഹിറൻ്റ് ആണ് ലൈറ്റ് വരുന്നത്, കൊഹിറൻ്റ് സോഴ്സ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിസ്റ്റൻസ് D/2, ഈ ഒരു ഡിസ്റ്റൻസ് D/2. ഇതെന്താണ്? ക്യാപിറ്റൽ D എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് പാത്ത് ഡിഫറൻസ് അറിയണം. ഓക്കെ, പാത്ത് ഡിഫറൻസ് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, S1P ആണ്, S1ൽ നിന്നും Pയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇതാണ് S2P ആണ്, S2ൽ നിന്നും Pയിലോട്ടുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് S2P². ഓക്കെ, അതായത് S2P, ഇതിൻ്റെ സ്ക്വയർ, ആ ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഞാൻ എടുക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ S2BP, ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് S2P എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? D ആണ്. സോ D² പ്ലസ്, ഇനി എനിക്ക് വേണ്ടത് എവിടെയാണ്? BP ആണ് എനിക്ക് വേണ്ടത്. BPയുടെ ഈ AB ഡിസ്റ്റൻസ് അറിയാം, D ആണ്. Dൻ്റെ കൂടെ ഇത്രയും ഡിസ്റ്റൻസും കൂടെ കയറണം. ഈ സെൻറ്ററിൽ നിന്നും നമ്മുടെ
പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് xn എന്ന് പറയുന്നത്. ഓക്കെ, xn എന്ന് പറയുന്നത് സെൻട്രൽ നിന്നും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? xn പ്ലസ് d/2 ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ പ്ലസ് xn സ്ക്വയർ പ്ലസ് 2xn d/2 പ്ലസ് d സ്ക്വയർ ബൈ 4. നമുക്കറിയാം ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണ്. അപ്പം d സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ഇവിടുത്തെ 2ഉം 2ഉം ക്യാൻസലായി. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ്? d സ്ക്വയർ പ്ലസ് xn സ്ക്വയർ പ്ലസ് xn d. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇസ് s1p സ്ക്വയർ. അതായത് ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? അപ്പം s1p s1pa. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഗെയിൻ ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ s1p എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ s1p സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു d സ്ക്വയർ പ്ലസ് എനിക്ക് വേണ്ടത് AP ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ O വരെയുള്ള ഡിസ്റ്റൻസ് xn ആണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എങ്ങനെ എഴുതാം? xn മൈനസ് d/2 ഹോൾ സ്ക്വയർ. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുവാണ് d സ്ക്വയർ പ്ലസ് xn സ്ക്വയർ പ്ലസ് d സ്ക്വയർ ബൈ 4 മൈനസ് 2xn d/2. എഗെയിൻ d സ്ക്വയർ ബൈ 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും d സ്ക്വയർ പ്ലസ് xn സ്ക്വയർ മൈനസ് 2xn d. ഓക്കെ, 2ഉം പോയി, ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി, xn d എന്ന് വന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഈസി സ്റ്റെപ്പാണ്. ഒന്നും ചെയ്യുന്നില്ല. s2p സ്ക്വയർ മൈനസ് s1p സ്ക്വയർ. നമുക്ക് വാല്യൂസ് എടുത്ത് എഴുതാം. s2p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d സ്ക്വയർ പ്ലസ് xn സ്ക്വയർ പ്ലസ് xn d മൈനസ് ആണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മൈനസ് d സ്ക്വയർ മൈനസ് xn സ്ക്വയർ മൈനസും മൈനസും പ്ലസ് ആയി xn d. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ളത് നോക്കാം. പ്ലസ് ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ പ്ലസ് xn സ്ക്വയർ മൈനസ് xn സ്ക്വയർ. റിസൾട്ട് എത്രയാണ്? 2xn d. ഓക്കെ, ഇനി s2p സ്ക്വയർ മൈനസ് s1p സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് b സ്ക്വയർ പോലെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ s2p മൈനസ് s1p ഇൻറ്റു s2p പ്ലസ് s1p എന്നെഴുതി കൂടെ. അതെന്തുകൊണ്ടാണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ഇവിടെ s2pയും s1pയും d, അതായത് നമ്മുടെ ഈ ക്യാപിറ്റൽ D അതിനോട് ഏകദേശം ഈക്വൽ ആയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യുവാണ് സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്, ഏകദേശം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ വരിക? s2p മൈനസ് s1p വിച്ച് ഇസ് ഈക്വൽ ടു 0. പക്ഷെ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ s2p പ്ലസ് s1p അതായത് എന്തായിരിക്കും? d പ്ലസ് d, ദാറ്റ് ഇസ് 2d. ഇനി അവിടെ എന്താ ഉള്ളത്? 2xn d ആണ്. 2xn d ഡിവൈഡഡ് ബൈ 2d. 2dയും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടും പാത്ത് ഡിഫറൻസ് ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു xn d ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. ഓക്കെ, പാത്ത് ഡിഫറൻസിൻ്റെ ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു xn d ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസിൻ്റെ ഡെറിവേഷൻ വരുന്നത്. ഇനി മാക്സിമ ആൻഡ് മിനിമ കണ്ടീഷൻ ആണ് പറയുന്നത്. സോ നമുക്കറിയാം ഇതിൽ മാക്സിമം വരുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരിക്കും, മിനിമം വരാനായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. സോ മാക്സിമം വരുന്നത് എപ്പോഴായിരിക്കും? പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർ മാക്സിമ. ഓക്കെ, ഫോർ മാക്സിമ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആയിരിക്കും. ക്ലിയർ അല്ലേ? പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? n ലാംഡയാണ് മാക്സിമയ്ക്ക് വരേണ്ടത്. n-ന്റെ വാല്യൂ എന്തൊക്കെ ആവാം? 0 ആവാം, പ്ലസ് ഓർ മൈനസ് 1 ആവാം, പ്ലസ് ഓർ മൈനസ് 2 ആവാം, പ്ലസ് ഓർ മൈനസ് 3 ആവാം, എക്സെട്ര എക്സെട്ര. സോ ഇതാണ് മാക്സിമയുടെ കണ്ടീഷൻ. ഇനി മിനിമയുടെ കണ്ടീഷൻ എന്താ വരുന്നത്? ഫോർ മിനിമ
path difference will be equal to, okay, അതെന്താ വരുന്നത്, ഡിസ്ട്രക്റ്റീവ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2n minus 1 divided by 2 into lambda എന്ന് വരും. ഓക്കെ, ഫോർ മിനിമ 2n minus 1 divided by 2 lambda. n എന്ന് പറയുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? n എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മുടെ മാക്സിമ ആൻഡ് മിനിമ കണ്ടീഷൻ. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് പറയുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പാത്ത് ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു XND ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ XN എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് നോക്കി നോക്കാം. പാത്ത് ഡിഫറൻസ് ഇൻറ്റു D, ഓക്കെ, ഡിവൈഡഡ് ബൈ സ്മോൾ d വിച്ച് ഇസ് ഈക്വൽ ടു XN. ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XN പ്ലസ് 1 മൈനസ് XN ആണ്. അതായത് രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ രണ്ട് ഡാർക്ക് ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ XN നമുക്ക് ഇതറിയാം. അങ്ങനെയാണെങ്കിൽ XN പ്ലസ് 1 എന്തായിരിക്കും? യെസ്, ഇവിടെ നമുക്ക് കൊടുക്കാം നമ്മുടെ ഡെൽറ്റ D ഡിവൈഡഡ് ബൈ D. സോ ഇവിടെ പാത്ത് ഡിഫറൻസ് n ലാംഡയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്ത് ഡിഫറൻസിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. n ലാംഡ D ഡിവൈഡഡ് ബൈ D. ഇവിടെ ആണെങ്കിൽ വരും n പ്ലസ് 1 ലാംഡ D ഡിവൈഡഡ് ബൈ D. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ n ലാംഡ D ഡിവൈഡഡ് ബൈ D പ്ലസ് ലാംഡ D ഡിവൈഡഡ് ബൈ D. സോ നമ്മൾ പറഞ്ഞു XN പ്ലസ് 1 എന്ന് ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ n ലാംഡ ഡിയും ക്യാൻസൽ ആയിപ്പോയി. ലാംഡ D ഡിവൈഡഡ് ബൈ D എന്ന് വരും. അതായത് ഫ്രിഞ്ച് വിഡ്ത്ത് വരുന്നത് ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സും സ്ക്രീനും തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, എല്ലാ ബാൻഡ്സിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും അതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടി, ലാംഡ D ഡിവൈഡഡ് ബൈ D എന്ന് കിട്ടി. ഇനി ആംഗുലാർ വിഡ്ത്ത് ഉണ്ട്, ദാറ്റ് ഈസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ D എന്നും വരും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റൻസിറ്റി പാറ്റേണും കൂടെ നോക്കാം. ഇൻറ്റൻസിറ്റി പാറ്റേൺ ഇവിടെ എങ്ങനെയായിരിക്കും? യെസ്, ഇവിടെ സെയിം ആയിരിക്കും ഇൻറ്റൻസിറ്റിയുടെ, ഏറെക്കുറെ സെയിം ആയിരിക്കും ഇൻറ്റൻസിറ്റിയുടെ ലെവൽ വരുന്നത്. സോ സോഴ്സ് നമ്മുടെ വന്നു, S1 S2 വിട്ടു, കൊഹിറൻ്റ് ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് D ആണ്. സോ ഈ സ്ക്രീനും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആണ്. സോ നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെൻട്രൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് വരും, അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമ. പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബ്രാഞ്ചസ് ആയിരിക്കും, ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ആയിരിക്കും കിട്ടുന്നത്. ആ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഇൻറ്റൻസിറ്റിയും എന്തായിരിക്കും? ഏറെക്കുറെ സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു XND divided by capital D. And maxima and minima condition, delta which is equal to n lambda for maxima, okay, and delta which is equal to 2n minus 1 divided by 2 lambda ആയിരിക്കും for minima. Okay, ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് ആണ്. ബീറ്റ which is equal to lambda D divided by D ആണ്. And angular fringe width theta which is equal to lambda by D ആണ്. ഇത്രയും ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് പഠിച്ചു വെക്കുക. ഇനി പറയുന്നത് ഓരോ സോഴ്സിനനുസരിച്ചിട്ടും ഇതിൻ്റെ ഷേപ്പിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ സ്ലിറ്റ്സിൻ്റെ സൈഡ് വ്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഇതെങ്ങനെയായിരിക്കും? രണ്ട് സ്ലിറ്റിലൂടെ ആണെങ്കിൽ ലീനിയർ ഫ്രിഞ്ചസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഫ്രിഞ്ചസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് 2 പോയിന്റ് സോഴ്സസ് ആണ്, സ്ലിറ്റുകളല്ല 2 പോയിന്റ് സോഴ്സസ് ആണ്. ആ പോയിന്റ് സോഴ്സസ് എങ്ങനെ നിൽക്കുന്നത്? യെസ്, നമ്മുടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? 2 സോഴ്സസ് ഉണ്ട്, S1 ആൻഡ് S2 പോയിന്റ് സോഴ്സസ് ആണ്. ഇതാണ് നമ്മുടെ സ്ക്രീനെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോൺസെൻട്രിക് സർക്കുലർ ഷേപ്സ് ആയിരിക്കും നമ്മുടെ ഫ്രിഞ്ച് പാറ്റേൺ അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റും ആയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് പറയുന്നത് 2 പോയിന്റ് സോഴ്സസ് തന്നെ
നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതിലോ പാരലൽ ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റ് അല്ല, പോയിന്റ് സോഴ്സസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർബോളിക് ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും ഇതിങ്ങനെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാ CBSE 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. In a Young's double slit experiment, the slit separation is 0.8 mm. Okay, slit separation 0.8 mm. Okay, then interference pattern is obtained on a screen kept 50 centimeter. Okay, then 50 centimeter from the plane of the slits S1 and S2. If the first bright fringe is formed 0.4 mm from the central maxima, so x1 which is equal to 0.4 mm. Okay, from the central maximum, the wavelength light used. So നമുക്ക് നോക്കി നോക്കാം ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കിവിടെ സെൻട്രൽ മാക്സിമയിൽ നിന്ന് x1 ഡിസ്റ്റൻസ് അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.4 into 10 to the power minus 3 which is equal to, that is beta, which is equal to lambda capital D യുടെ വാല്യൂ 50 into minus 2 divided by എത്രയായിരിക്കും? യെസ്, 0.8 into 10 to the power minus 3. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ലാംഡ കണ്ടുപിടിക്കാം. 0.4 into 0.8 into 10 to the power minus 3. Okay, so 1 second. Yes, lambda which is equal to 0.4 into 10 to the power minus 3 into 0.8 into 10 to the power minus 3 divided by 50 into minus 2. Okay, so ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 640 നാനോമീറ്റർ എന്ന് നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്ത് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. ഇവിടെ നമുക്ക് സെൻട്രൽ മാക്സിമത്തിൽ നിന്നും 0.4 മീറ്റർ അകലെയാണ് നമ്മുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ 0.4 എടുക്കാം. ദെൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, 2022 CBSE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കാം. In a double slit experiment, the slits are separated by 0.03 centimeter. So here D which is equal to 0.03 centimeter and the screen is placed 1.5 meter away. So D which is equal to 1.5 meter. The distance between the central fringe and the fourth which is equal to 1 centimeter. So then determine the wavelength of light used. So we know beta which is equal to n lambda d divided by d. Here we can write 4 into lambda into d is 1.5 meter divided by, okay, small letter d is 0.03 into 10 to the power minus 2 which is equal to 1. So from here lambda will be equal to 0.03 into 10 to the power minus 2 divided by divided by 4 into then d which is equal to 1.5 meter. So we will get again this will be equal to 10 to the power minus 2 because it is 1 centimeter. So in meter it will be 10 to the power minus 2. So that here again 10 to the power minus 2. So we will get 10 to the power minus 2 into 0.03 into 10 to the power minus 2 divided by 4 into 1.5 which will be equal to 5000 Armstrong. Okay, so നമുക്ക് ആൻസർ കിട്ടി 5000 Armstrong. Then diffraction of light. Okay, so diffraction of light എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ, അതായത് ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ. സോ അതിൻ്റെ കോർണേഴ്സിൽ ലൈറ്റ് വന്ന് വീഴുമ്പം എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുവാണ്? യെസ്, അത് ബെൻഡ് ചെയ്യുവാണ്. ആ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ക്ലിയർ അല്ലേ? സോ ഡിഫ്രാക്ഷൻ, നമ്മുടെ ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു, ദെൻ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് ബെൻഡ് ചെയ്യുന്നു.
ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു സ്മോൾ അപ്പേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ലൈറ്റ് വേവ് വരുന്നു, അതിൻ്റെ ലൈറ്റ് ബെൻഡ് ചെയ്ത് പോകുന്നു. ക്ലിയർ ആയല്ലോ? ഇതാണ് സിംപ്ലി ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഇസ് ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് light around the corners of an obstacle or aperture of the size of the wavelength of light. ഓക്കെ, കമ്പാരബിൾ ആയിരിക്കണം സൈസ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒബ്സ്റ്റക്കിളിൻ്റെ ആണെങ്കിലും അപ്പേച്ചറിൻ്റെ ആണെങ്കിലും സൈസ് ഏകദേശം കമ്പാരബിൾ ആയിരിക്കണം. ഇനി ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ് ചെയ്തതും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അപ്പേച്ചർ. യെസ്, ഇനി ഡിഫ്രാക്ഷൻ, അതായത് ലൈറ്റ് വരുന്നു, ഒരു ഒബ്സ്റ്റക്കിൾ കാരണം എന്ത് ചെയ്യുവാണ്, യെസ് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫ്രാക്ഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ്, അതായത് ഒരു സ്ഥലത്ത് മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് ആൻഡ് ബാക്കി സ്ഥലങ്ങളിലോ ഇൻറ്റൻസിറ്റി ഇതാ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരുവാണ്. അതായത് എൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കാരണങ്ങളും ബാക്കി കുറേ സവിശേഷതകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് സി എന്ന് എടുക്കാം. നേരത്തെ നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, നമ്മളിത് സെൻറ്ററിലൂടെയാണ് സി പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ലെറ്റ്സ് സേ പി ഒ. ഓക്കെ, ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ വരുവാണ്. സോ ഇവിടെ നിന്നും ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, യെസ് ബെൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എ ഒ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി ഒ എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. അതായത് എയിൽ നിന്ന് വന്ന വേവ്ലെറ്റും ബിയിൽ നിന്ന് വരുന്ന വേവും എന്താണ്, സെയിം പാത്താണ്. ഓക്കെ, അവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. പാത്ത് ഡിഫറൻസ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ്, മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ദാ ഇങ്ങനെ ഈ ഒരു ലൈൻ മാത്രമല്ല, അതായത് എ ഒ ബി ഒ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ പോയിന്റ്സും എന്ത് ചെയ്യും, യെസ് ഓരോ പോയിന്റ്സും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ ഉള്ള എല്ലാ പോയിന്റ്സും, ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. സോ ഇവിടേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസും ഇവിടേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എഗെയിൻ ദാ ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരുന്ന പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും. 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ക്ലിയർ ആയല്ലോ, മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കണ്ട സെൻട്രൽ മാക്സിമം. ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരുന്നതിൻ്റെ കാരണം ഇതാണ്, ഇവിടെയുള്ള എല്ലാ പോയിന്റ്സും ഇങ്ങോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് യെസ് ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, 0 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം എഗെയിൻ നമുക്കൊരു ഹൈപ്പ് കാണുവാണ്. പക്ഷേ ഈ സെൻട്രൽ മാക്സിമത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഇൻറ്റൻസിറ്റിയാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഒരു പോയിന്റ് പി നമ്മൾ എടുക്കുവാണ്. ആ പി പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തീറ്റ, അതായത് നമ്മുടെ ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് എത്ര ആംഗിളിലാണ്, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ലൈറ്റ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ എങ്ങനെ തീറ്റ കിട്ടിയെന്ന് അറിയാത്തവർ നമ്മുടെ പഴയ വീഡിയോ പോയി കാണാം. സോ യെസ് ഇവിടെ ഒരു തീറ്റ, ഈ ഒരു ആംഗിളും തീറ്റ ആയിരിക്കും. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ആണ് വരച്ചത് ഈ ഒരു ലൈനിലോട്ട്, അതായത് ബി പിയിലോട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണ് ചെയ്തത്. അതിന് ഞാൻ എൻ എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് യെസ് എ ബി, ഇതാണ് സി, ഇതാണ് എൻ, ഇതാണ് പി. ഓക്കെ, സോ നമ്മുടെ എ എൻ എന്ന് പറഞ്ഞ ഒരു പെർപെൻഡിക്കുലർ ഞാൻ താഴത്തോട്ട്, അതായത് ബി എന്നിലോട്ട് ഞാൻ വരച്ചു, ബി പിയിലോട്ട് ഞാൻ വരച്ചു. അപ്പം എന്തായിരിക്കും പ്രത്യേകത, യെസ് എ പി എന്ന് പറയുന്നതും പി എൻ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണ്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ബി എൻ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ദെൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഇസ് ബി എൻ ഡിവൈഡഡ് ബൈ ഇത് എത്രയായിരിക്കും, ഇതിന് നമ്മൾ എടുക്കുവാണ് എ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. ഓക്കെ, സ്ലിറ്റ് വിഡ്ത്ത് ആണ് എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, യെസ് ബി എൻ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. ഓക്കെ, എ സൈൻ തീറ്റ നമ്മൾ എടുക്കുവാണ് പാത്ത് ഡിഫറൻസ്.
ഇനി നമുക്കറിയാലോ സൈൻ തീറ്റ, തീറ്റയുടെ ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസിനെ അഗെയിൻ മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? എ തീറ്റ. ഓക്കെ, എ തീറ്റ എന്ന് കൊടുക്കാം. സ്ലിറ്റ് വിഡ്ത്ത് ആണ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എ തീറ്റ മാക്സിമം, അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ എ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു എൻ ലാംഡ. അങ്ങനെയാണെങ്കിൽ എന്നിന് ഞാൻ 1 എന്ന് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. ദെൻ നമുക്കറിയാം തീറ്റയുടെ വാല്യൂ, ഇവിടെ നിന്ന് നമ്മൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുവാണ്. തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ഡിവൈഡഡ് ബൈ എ. സോ എ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. എങ്ങനെ വന്നത് ലാംഡ എന്ന്? എന്നിന് നമ്മൾ 1 കൊടുത്തു. അപ്പം എ തീറ്റ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? യെസ്, ലാംഡ എന്ന് കിട്ടി. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതാണ് എൻ്റെ സ്ലിറ്റ്, എ ബി എന്ന് പറയുന്നതാണ് എൻ്റെ സ്ലിറ്റ്. സോ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്ത പോലെ ഞാൻ എന്ത് ചെയ്യുവാണ്? സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഇതാ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുവാണ്. സോ അഗെയിൻ എ സി എന്ന് പറയുന്നതും സി ബി എന്ന് പറയുന്നതും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്തു? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യെസ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയായിരിക്കും, ആ ഡിസ്റ്റൻസ് ആയിരിക്കും a/2. ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? a/2. ഓക്കെ, രണ്ടും a/2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് നമ്മൾ ഈ ഇത്രയും പോർഷൻ എടുക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ സെൻറ്ററിൽ നിന്നും നമ്മളിതാ ഒരു ലൈൻ പിയിലോട്ട് വരയ്ക്കുവാണ്. അതായത് എ സി, എയിൽ നിന്ന് ഒരു ലൈൻ ഉണ്ട്, സിയിൽ നിന്ന് ഒരു ലൈൻ ഞാൻ വരയ്ക്കുവാണ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു വാല്യൂ, ഈ ഒരു പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? യെസ്, ഇതൊരിക്കലും ഇതിനോട് ഈക്വൽ ആയിരിക്കില്ല. ആ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിനെ രണ്ടാക്കി, ഈ സ്ലിറ്റിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പാത്ത് ഡിഫറൻസ് λ/2ഉം λ/2 ആയിരിക്കും. ഓക്കെ, സോ ദാ ഇവിടുന്ന് വരുന്ന പാത്ത് ഡിഫറൻസും ഓക്കെ, ഈ ഒരു പാത്ത് ഡിഫറൻസും ഈ ഒരു പാത്ത് ഡിഫറൻസും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഈ പാത്ത് ഡിഫറൻസ് λ/2 ആണ്, അതുപോലെ തന്നെ ഈ പാത്ത് ഡിഫറൻസും λ/2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. പാത്ത് ഡിഫറൻസ് λ/2 എന്ന് വന്നു. λ/2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? യെസ്, നമുക്കറിയാം അവിടെ ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. ഓക്കെ, λ/2 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞതാണ്, ഇത് ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ടാണ് പാത്ത് ഡിഫറൻസ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ മിനിമം ആയിരിക്കും വരുന്നത്. ക്ലിയർ? സോ ദാറ്റ് മീൻസ് ഇവിടെ നിന്ന്, അതായത് നമ്മളിപ്പം ഈ എടുത്ത എ സിയും ഉണ്ട് ബി സിയും ഉണ്ട്. ഈ എ സിയിൽ സിയുടെ തൊട്ട് മുകളിൽ നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയുടെ താഴെ എന്തുണ്ടായിരിക്കും? ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന് വരുന്ന എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. എഗെയിൻ അടുത്തൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് ഉണ്ടായിരിക്കും, അതും ക്യാൻസൽ ആയി പോവും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വേവ്സ് ഇതാ ഇങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് വരിക. ഓക്കെ, സോ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ റിസൾട്ടൻ്റ് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ n is equal to 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നത്? അവിടെ മിനിമം ആയിരിക്കും. ഓക്കെ, ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? n is equal to 2 കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വിച്ച് ഇസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് എ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? നമ്മുടെ n ലാംഡയ്ക്ക് പകരം, സോറി ഞാനിപ്പം n is equal to യെസ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. n ലാംഡ എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? യെസ്, ഇനി നമ്മൾ 2 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. n is equal to 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, എഗെയിൻ ഇതിനെ നമ്മൾ 4 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എഗെയിൻ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് 0 ആയിട്ട് പോകും. ഇനി നെക്സ്റ്റ് വൺ ഇസ് n plus half ലാംഡ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ തീറ്റ. അങ്ങനെ നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിലോ, സപ്പോസ് ലെറ്റ്സ് സേ എന്നിന് ഞാൻ 1 എന്ന് കൊടുക്കുവാണ്. ദെൻ 1 plus 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3/2 ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു എ തീറ്റ എന്ന് വരും. അതായത് പാത്ത് ഡിഫറൻസ് 3/2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തെടുത്തത് നമ്മൾ എങ്ങനെ ചെയ്യുക? യെസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ലിറ്റിനെ 3 ഈക്വൽ ആയിട്ട് 3 പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അതായത് നമ്മുടെ എ ബി എന്ന് പറയുന്ന
ഈ സ്ലിറ്റിനെ ഞാൻ ഇവിടെ AC1 C2 3 ഈക്വൽ ഇതായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ലിറ്റിൻ്റെയും ഓരോ പോർഷനും A/3 വെച്ചിട്ടായിരിക്കും. ആൻഡ് ഇതിൽ ഓരോന്നിലും വരുന്ന, അതായത് ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതും എന്താ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതും ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു പാത്ത് ഡിഫറൻസ് ഒന്നും പറയുന്നത് എത്രയായിരിക്കും? λ/2 ആയിരിക്കും. ഓക്കെ, 3 λ/2 കൂടുമ്പോഴാണ് 3/2 λ എന്ന് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ C1 എടുത്തു. C1 എടുത്തിട്ടുണ്ടെങ്കിൽ C1ന് മുകളിലും താഴെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് പോവും. നമ്മുടെ എന്തായിരിക്കും? യെസ്, ഈ നമുക്ക് റിസൾട്ടൻ്റ് വരുന്നത് 0 ആയിരിക്കും. സോ ദാ ഇത്രയും പോർഷൻ നമ്മുടെ AC2 വരെയുള്ള പോർഷനിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ പോയി. ബാക്കി ഒരു ചെറിയൊരു പോർഷനിൽ നിന്ന് അതായത് C2Bയിൽ നിന്നുള്ള ഒരു പോർഷനിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടാവുന്നത്. അതായത് അത്രയും ചെറിയൊരു ഭാഗമായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? യെസ്, അത് വളരെ ചെറുതായിരിക്കും. കാരണം എന്താണ്? ഇത്രയും ഭാഗം മാത്രമാണ്, ഇത്രയുമുള്ള സ്ലിറ്റിൽ ഇത്രയും ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ. ഇനി ലെറ്റ്സ് സേ n is equal to 2 കൊടുത്തിട്ടുണ്ടെങ്കിലോ? 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 5/2 λ which is equal to A theta delta എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മളിതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുവാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ക്യാൻസൽ ആയി പോവും, തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും ക്യാൻസൽ ആയി പോവും. ദെൻ ഫിഫ്ത്ത് പാർട്ട്, അതായത് ഇതിൻ്റെയൊക്കെ വളരെ നേരത്തെ നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടിയിരുന്നു. ഇപ്പം അതിലും ചെറിയൊരു ഭാഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പം ഇൻറ്റൻസിറ്റി ഇതിലും കുറയും. സോ n കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? n കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ക്ലിയർ ആയല്ലോ? ഇതാണ് നമുക്ക് ഡിഫ്രാക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇൻറ്റൻസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെൻട്രൽ മാക്സിമം വരുന്നു. ദെൻ n അനുസരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? യെസ്, കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞ് കാരണം അത്രയും ചെറിയൊരു പോർഷനിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡ്രോ ദ ഇൻറ്റൻസിറ്റി പാറ്റേൺ ഫോർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ and double slit interference, hence state 2 difference between interference and diffraction pattern. ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ പാറ്റേൺ, ഇൻറ്റൻസിറ്റിയുടെ പാറ്റേൺ വരുന്നതാണ്. ഇൻ്റർഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റിയിൽ ചേഞ്ച് വരും. അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ്, ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അവിടെ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ഇത് തന്നെ നമുക്ക് പറയാം. ഇൻറ്റൻസിറ്റി ഏകദേശം സെയിം ആയിരിക്കും വരുന്നത്. ഡിഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി വാരിയിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർഫറൻസിലും അതുപോലെ തന്നെ നമ്മുടെ ഡിഫ്രാക്ഷനിലും പറയാവുന്ന വേറൊരു പോയിന്റ് ആണ് ഇതിൽ വരുന്ന ഇൻ്റർഫറൻസിൽ വരുന്ന ഫ്രിഞ്ച് വിഡ്ത്ത് എല്ലാത്തിൻ്റെയും, അതായത് ഓരോ ബാൻഡ്സിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫ്രാക്ഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് വരുന്നത് നമ്മുടെ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. അവിടെ ബാൻഡിൻ്റെ വിഡ്ത്ത് ബാക്കിയുള്ളതിനെക്കാട്ടിലും ട്വൈസ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, ഫ്രിഞ്ച് വിഡ്ത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സെൻറ്ററിലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 2 λd ഡിവൈഡഡ് ബൈ d ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് നെക്സ്റ്റ് വരുന്ന മാക്സിമയുടെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്ന ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസോൾവിങ് പവർ ഫോർമുല. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് സെപ്പറേറ്റ് ചെയ്ത് കാണണം. ഓക്കെ, ആ സെപ്പറേറ്റ് ചെയ്ത് കാണുന്നതിന് പറയുന്നത് നമ്മൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആദ്യം നമ്മൾ അത് പറയണം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്, ആ മിനിമം ഡിസ്റ്റൻസിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റണം. ഓക്കെ, ആ മിനിമം ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, അതായത് റിസോൾവിങ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനാണ് നമ്മൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിസോൾവിങ് പവർ റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈസ് റിസോൾവിങ് പവർ ഫോർമുല ഫോർ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിനാണെന്നുണ്ടെങ്കിൽ റിസോൾവിങ് പവർ നമുക്ക് എങ്ങനെ പറയാം?
2 mu sin theta divided by lambda. Okay, so ഇതിൽ ഓരോ ടേംസ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ റിസോൾവിംഗ് പവർ എന്തായിരിക്കും? കുറവായിരിക്കും. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ റിസോൾവിംഗ് പവർ കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 2 mu sin theta divided by lambda. ഇനി ടെലസ്കോപ്പ് ആണെങ്കിലോ d divided by 1.22 lambda. ഓക്കെ, റിസോൾവിംഗ് പവറിൻ്റെ ഫോർമുല വരുന്നത്. നെക്സ്റ്റ് ഇതെല്ലാം നമ്മളൊന്ന് സം ചെയ്ത് പറയുവാണ്. 1/limit of resolution. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പിനെ നോക്കുവാണെങ്കിൽ 2 mu sin theta divided by lambda. ടെലസ്കോപ്പിനെ നോക്കുവാണെങ്കിൽ d divided by 1.22 lambda ആയിരിക്കും റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ, ലാർജർ അപ്പേർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻ ആൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. നമുക്കറിയാലോ ടെലസ്കോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞപ്പം റിസോൾവിംഗ് പവർ വിച്ച് ഇസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ 1.22 ലാംഡ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലാർജർ അപ്പേർച്ചർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ് ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ലാർജർ അപ്പേർച്ചർ ആണെന്നുണ്ടെങ്കിൽ റിസോൾവിംഗ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺ ആണ് അൺപോളറൈസ്ഡ് ലൈറ്റിന് ഒരു എക്സാമ്പിൾ. അതായത് നമുക്കറിയാം ലൈറ്റിന് രണ്ട് ഇതുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. അപ്പോൾ നമ്മൾ ലാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് അതിൽ മേജറായിട്ട് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ സൺ ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ, സൺ ഇവിടെ ഇരിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ഈ ഒരു ഡയറക്ഷനിൽ നമ്മുടെ കണ്ണിലോട്ട് വരുന്നു. പക്ഷേ ലൈറ്റിൽ നിന്ന് ഒരു ഇത് മാത്രമാണ് വരുന്നത്? അല്ല, ഒരുപാട് വേവ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനിലും നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ട്? യെസ്, ഈ ഫീൽഡ് വെക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എല്ലാ ഡയറക്ഷനിലോട്ടും അതിന് എന്തുണ്ടായിരിക്കും? യെസ്, അത് എല്ലാ ഡയറക്ഷനിലും കാണും. പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡയറക്ഷനിലോട്ട് പോകുന്നതിന് ഒറ്റ ഡയറക്ഷനിലോട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? The light having electric field oscillations in all directions in the plane perpendicular to the direction of propagation is called unpolarized light. The process of making an unpolarized light into a polarized light into polarized is known as polarization. Okay, അപ്പോൾ എന്താ പറഞ്ഞത്? ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ചെയ്യുന്ന, അതായത് എല്ലാ ഡയറക്ഷനിലോട്ടുള്ളതിനെ ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ലൈറ്റ് ഹാവിംഗ് ഓസിലേഷൻസ് ഓൺലി ഇൻ വൺ പ്ലെയിൻ ഈസ് കോൾഡ് പോളറൈസ്ഡ് ഓർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. പക്ഷേ എന്താണ്? യെസ്, നമുക്ക് പോളറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ടുള്ള ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി മാലസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ പോളറൈസ്ഡ് ലൈറ്റും അതുപോലെ തന്നെ ഈ പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ക്രിസ്റ്റൽസാണ് ഉള്ളത്. ഒന്ന് പോളറൈസർ, അതായത് നമ്മൾ ഡയറക്റ്റ് വരുന്ന ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുവഴി എന്താ ചെയ്യുന്നത്? ഇതുപോലെ എല്ലാ ഡയറക്ഷനിലോട്ടുള്ളതിനെ ഒരൊറ്റ ഡയറക്ഷനിലോട്ടാക്കുന്നു. അപ്പം ഇൻറ്റൻസിറ്റി കുറയുന്നു. ഓക്കെ, ഇനി ഈ പോളറൈസർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സംഭവമാണ് അനലൈസർ. ഈ അനലൈസർ എന്താ ചെയ്യുന്നത്? പോളറൈസറുടെ അതേ ഡ്യൂട്ടി തന്നെയാണ്. അതേ ഒപ്റ്റിക്കൽ ആക്സിസിലായിരിക്കും അനലൈസറും ഇരിക്കുന്നത്. സോ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ വെക്കുന്നു. അനലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്യുക, അതായത് ഇത് പോളറൈസ് ചെയ്തിട്ട് തന്നെയാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. പോളറൈസറുടെ അതേ ഡ്യൂട്ടി തന്നെയാണ് അനലൈസറും ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുവാണ് ഇത് വരുന്നത് ഒരു ഡയറക്ഷനിലുള്ള ലൈറ്റ് തന്നെ അല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ മാലസ് ലോ അനുസരിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന ആംഗിൾ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദി അനലൈസർ ആൻഡ് ദി പ്ലെയിൻ ഓഫ് ദി പോളറൈസർ. ഓക്കെ, അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആ ആക്സിസിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ തീറ്റ. ഓക്കെ, അത് എന്താണ്? ഇൻറ്റൻസിറ്റി, നമ്മുടെ കണ്ണിലോട്ട് വരുന്ന ഇൻറ്റൻസിറ്റി വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. ഈ ഒരു ആംഗിളിനോട് അതിൻ്റെ കൊസൈൻ ഫംഗ്ഷൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് പറയാം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് I0 കോസ് സ്ക്വയർ തീറ്റ. I0 എന്താണ്? മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് I0 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സിംപ്ലി മാലസ് ലോ. ഓക്കെ, ഫോർമുല എന്താണ്? I which is equal to I0 കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പറയുന്നത് unpolarized light is passed through a Polaroid P1 when
this polarized beam passes through another polaroid P2, and if the pass axis of P2 make angle theta with the pass axis of P1, then write the expression intensity of the polarized beam passing through P2. Draw a plot showing variation of intensity when theta varies from 0 to 2 pi. Okay, so നമുക്ക് നോക്കി നോക്കാം. അതായത് നമുക്കറിയാം കോസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 0 to കോസിൻ്റെ 0 to 2 pi നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ വരുന്നത് 1/2 ആയിരിക്കും. ഓക്കെ, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 to 2 pi നോക്കുകയാണെങ്കിൽ കോസിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് P1 എന്ന് പറയുന്ന ഈ പോളറോയിഡിലൂടെ പുറത്തേക്ക് വന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാലസ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ I is equal to I0 cos square 1/2, that is 1/4 എന്ന് വരും. That is I0/4 എന്ന് വരും. ക്ലിയർ ആയല്ലോ? I which is equal to I0 4 എന്നായിരിക്കും നമുക്ക്. ഓക്കെ, സോറി, ഇതിൻ്റെ cos square തീറ്റയുടെ ആവറേജ് വാല്യൂ ആണ് 1/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I0 divided by 2 ആയിരിക്കും ഫസ്റ്റ് P1ൽ നിന്നും വരുന്നതിൻ്റെ നമുക്ക് കിട്ടുന്നത് I0/2 ആയിരിക്കും കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ്? P1ൽ നിന്ന് വന്നു P2യിലൂടെ പാസ് ചെയ്യുകയാണ്. ആ ഇതും തരുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മാലസ് ലോ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് I1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പുതുതായിട്ട് വരുന്നത് എന്തായിരിക്കും? I1 cos square തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ I1 ഇവിടെ എത്രയാണ്? I0/2 cos square തീറ്റ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് P2യിലൂടെ വരുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. സോ P1ൽ നിന്ന് വരുന്നത് I0/2 ആണ്. P2വിൽ നിന്ന് അതും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? യെസ്, മാലസ് ലോ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഗ്രാഫ് എന്തൊക്കെ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്ലോട്ട് ഷോയിങ് ദ വാരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി വിത്ത് ആംഗിൾ തീറ്റ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻറ്റൻസിറ്റി മാക്സിമം 0യിലായിരിക്കുമ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇനി ഇതാണ് π/2 എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മിനിമത്തിലോട്ട് വരും π/2. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? യെസ്, പൈ ആണ് വരുന്നത്. എഗെയിൻ പൈയിലോട്ട് വരുമ്പോഴത്തേനും മാക്സിമം ആകുന്നു. ഓക്കെ, ദെൻ 3π/2ലോട്ട് വരുമ്പോൾ മിനിമം ആകുന്നു. ദെൻ 2πയിലോട്ട് വരുമ്പോഴത്തേനും മാക്സിമം ആകുന്നു. ഇങ്ങനെയായിരിക്കും ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ആംഗിളും തമ്മിലുള്ള അല്ലെങ്കിൽ തീറ്റയുമായിട്ട് ഉണ്ടാക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, നെക്സ്റ്റ് ഇസ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുളത്തിൽ നോക്കുകയെന്ന് വിചാരിക്കാം. അതായത് നമ്മളവിടെ ഒരു മീഡിയം ചേഞ്ച് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുളത്തിലോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പം ലൈറ്റ് വന്നത് ആ കുളത്തിൽ വന്ന് വീണു. ഓക്കെ, സോ നമ്മൾ ഈ കുളത്തിൽ നിന്ന് ഒരു നോർമൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ. ഓക്കെ, ആ വരുന്ന ലൈറ്റ് എങ്ങനെയാണ്? അൺപോളറൈസ്ഡ് ആണ്. ഇനി പറയുന്നത് കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, കുറച്ച് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഈ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് എത്തുന്ന ലൈറ്റ്, ഓക്കെ, നമ്മുടെ കണ്ണിലോട്ട് എത്തുന്ന ലൈറ്റ് എന്തായിരിക്കും? യെസ്, അത് പോളറൈസ്ഡ് ആയിരിക്കും. എപ്പോൾ? ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ. ക്ലിയർ ആയില്ലോ? അതായത് നമ്മുടെ അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, കുറച്ച് റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർ തമ്മിലുള്ള ആംഗിൾ, ഓക്കെ, ഇവർ തമ്മിലുള്ള ആംഗിൾ ഇത് നോർമലുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളാണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. അപ്പം ഈ റിഫ്രാക്റ്റഡ് റേ ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ അല്ലേ? സോ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ലൈറ്റ്, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് എന്തായിരിക്കും? അത് പോളറൈസ്ഡ് ആയിരിക്കും. ക്ലിയർ ആയില്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. അതായത് യെസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ sin I by sin R. ഓക്കെ, sin I by sin R. ഇവിടെ നമുക്കറിയാം ഇത് നോർമലാണ്, ഇതാണ് നമ്മുടെ സർഫസ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? അത് 180 ഡിഗ്രി ആയിരിക്കും. ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും I ആയിരിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് I ആണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് R ആണ്. സോ 180 ഡിഗ്രി, ടോട്ടൽ 180 ഡിഗ്രി ആണുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു I plus 90 plus R. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി മൈനസ് 90, ദാറ്റ് ഇസ് 90 വിച്ച് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് ഐ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്, ഇത് റിഫ്ലക്റ്റിംഗ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുക. സൈൻ ഐ ബൈ സൈൻ 90 മൈനസ് ഐ ആണ് വരുന്നത്. ഇനി നമ്മുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വെച്ചിട്ട് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 90 മൈനസ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ആ ഒരു ആംഗിൾ എന്നാണ് അർത്ഥം, ദാറ്റ് ഇസ് ടാൻ. ഓക്കെ, സോ നമുക്ക് കിട്ടി ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, ദാറ്റ് ഇസ് ടാൻ ഐ ആയിരിക്കും നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. സോ സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആണ്, ദാറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഇവിടെ നമുക്ക് ഐക്ക് പകരം അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിളിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, ടാൻ ഐ എന്ന് വന്നു. സോ ഇവിടെ നമ്മൾ ഐക്ക് കൊടുത്തിരിക്കുന്നത് തീറ്റ പി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, സോ ടാൻ ഇവിടെ വന്ന ഇൻസിഡന്റ് ആംഗിൾ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, യെസ്, ടാൻ മ്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പി, which is equal to mu എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ. സോ ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ തീറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു സി ബൈ വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ ഡെൻസർ മീഡിയം ഓഫ് പോളറൈസിങ് ആംഗിൾ തീറ്റ? സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം ഓഫ് എ പോളറൈസ്ഡ് ആംഗിൾ? സോ നമുക്കറിയാം ആംഗിൾ വരുന്നത് തീറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ടാൻ തീറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു സി ബൈ വി. ഓക്കെ, സോ ടാൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 ടു ദ പവർ 8 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ വി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, വി വിച്ച് ഇസ് ഈക്വൽ ടു V which is equal to tan V which is equal to 3 into 10 to the power 8 divided by tan 30 degree എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം ഓഫ് പോളറൈസിങ് ആംഗിൾ നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. A parallel beam of light of wavelength 600 nanometer is incident normally on a slit width 0.2 mm. If the resulting diffraction pattern is observed on a screen 1 meter away, find the distance first from minimum, second maximum, from the central maximum. So, wavelength തന്നിട്ടുണ്ട്, that is lambda which is equal to 600 nanometer. Okay, then slit width, that is 0.2 mm. Okay, then D difference വരുന്നത് 1 meter. Okay, so first കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് മിനിമ എപ്പോഴാണ്? ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് മിനിമം വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് മിനിമം വരുന്നത് യെസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാംഡയുടെ വാല്യൂ 600 നാനോമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 10 to the power -3 മീറ്റർ. ഓക്കെ, സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, 3 ഇൻറ്റു 10 to the power -3 റേഡിയൻ എന്ന് വരും. ഓക്കെ, 3 ഇൻറ്റു 10 to the power -3 റേഡിയൻ എന്ന് വരും. ഇനി നമുക്ക് അറിയേണ്ടത് ഡിസ്റ്റൻസ് ഫ്രം ദി നമ്മുടെ സോഴ്സ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഇൻറ്റു ഈ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഡിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു 3 ഇൻറ്റു 10 to the power -3. സോ നമുക്ക് ആൻസർ എന്ത് വരും? 3 ഇൻറ്റു 10 to the power -3 റേഡിയൻ മീറ്റർ. ക്ലിയർ അല്ലേ? റേഡിയൻ മീറ്റർ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് മാക്സിമ.
Okay, second maxima. Second maxima എപ്പോഴാണ്? Yes, theta which is equal to 3/2 lambda. Okay, 3/2 lambda divided by a ആണ്. So അങ്ങനെയാണെങ്കിൽ 3/2 lambda again 600 into 10 to the power minus 9 divided by a which is equal to 0.23 into 10 to the power minus 3 meter. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും വാല്യൂ എത്ര വരുന്നത് 4.5 into 10 to the power minus 3 എന്ന് വരും. So d theta നമുക്ക് കണ്ടുപിടിക്കാം. Again d is 4.5 into 10 to the power minus 3 radian meter എന്ന് വരും. Clear ആയല്ലോ? Yes. Two light waves of the same intensity I, each having a path difference of lambda by 4 emanating from two coherent sources meet at a point. The resultant intensity at that point will be. Okay, so resultant intensity നമുക്കറിയാലോ ഇവിടെ നമുക്ക് path difference തന്നിട്ടുണ്ട്. Path difference which is equal to lambda by 4 എന്ന് തന്നിട്ടുണ്ട്. രണ്ട് വേവ്സും സെയിം ഇൻറ്റൻസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ സെയിം ഇൻറ്റൻസിറ്റി ആണെങ്കിൽ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ I which is equal to I0 cos 4I0 cos square 5/2 ആണ് നമ്മുടെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി രണ്ട് വേവിൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ 4I0 cos square 5/2 ആയിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 5 which is equal to path difference which is phase difference which is equal to 2pi by lambda into നമ്മുടെ path difference. So 2pi by lambda path difference എന്ന് പറയുന്നത് lambda by 4 ആണ്. അങ്ങനെയാണെങ്കിൽ lambda പോയി ഇവിടെ ഒരു 2 വന്നു. സോ നമുക്ക് കിട്ടും pi by 2. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 4I0 cos square pi by 2 divided by 2. So this will be pi by 4. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2I0. ക്ലിയർ ആയല്ലോ? ഹെൻസ് ദ ആൻസർ ഇസ് 2I0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. വന്ദന പെർഫോംസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ബൈ യൂസിങ് ഓറഞ്ച്, ഗ്രീൻ, ഓക്കെ, ഓറഞ്ച്, ഗ്രീൻ ആൻഡ് റെഡ്. Okay, if the fringe width measures in 3 cases are omega 1 for orange, okay, then omega 2 for green, omega 3 for red, which of this following is correct? നമുക്ക് ഓപ്ഷൻ വൈസ് ആണ് അറിയേണ്ടത്. സോ നമുക്ക് നോക്കി നോക്കാം. ഓപ്ഷനിലോട്ടൊന്നും പോകണ്ട. നമുക്കറിയാം ഇവിടെ ബീറ്റ എന്ന് പറയുന്നതിന് പകരം ഒമേഗയാണ് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി ആണ്. ദാറ്റ് ഈസ് വേവ് ലെങ്ത് കൂടുതലുള്ളതിന് ഫ്രിഞ്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാണ് വരുന്നത്? റെഡിനാണ്. അതിന് ശേഷം വരുന്നത് ഓറഞ്ച് ആണ്. അതിന് ശേഷം വരുന്നതാണ് ഗ്രീൻ. സോ നമുക്ക് നോക്കി നോക്കാം. റെഡിൻ്റെ വരുന്നത് ഒമേഗ 3 ആണ്. ദെൻ ഓറഞ്ചിൻ്റെ വരുന്നത് ഒമേഗ 1 ആണ്. ഗ്രീനിൻ്റെ വരുന്നത് ഒമേഗ 2 ആണ്. ബീറ്റ വെച്ച് പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒമേഗയാണ്. സോ യെസ്, ഒമേഗ 3. ഓക്കെ, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നതാണ് ഒമേഗ 3, ഒമേഗ 1 ആൻഡ് ഒമേഗ 2. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? യെസ് യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഹൈഗൻസ് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ്. സോ അതായത് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് പറയുകയാണ്. ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് പറയുകയാണ്. സോ അത് ആ ഒരു സംഭവം എന്താ പറയുകയാണ് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പ്രൂഫായിട്ടാണ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഇൻഡഫറൻസും ഡിഫ്രാക്ഷനും ഒക്കെ നമ്മൾ പഠിച്ചത്. സോ അതിലെല്ലാം എന്ത് കൺഫേം ആയി? ലൈറ്റിന് വേവ് നേച്ചറും കൂടെ ഉണ്ടെന്നുള്ളത് കൺഫേം ആയി. ദെൻ നമ്മൾ യെസ് ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചു. ദാറ്റ് ഈസ് ഇൻഡഫറൻസ്. ഓക്കെ, ഇൻഡഫറൻസ് പഠിച്ചു. കൂടിച്ചേരലാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ദെൻ നമ്മൾ പഠിച്ച സംഭവമാണ് ഡിഫ്രാക്ഷൻ. ഓക്കെ, ഈ ഇൻഡഫറൻസിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച സാധനമാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതിൽ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വളരെയധികം പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഫോർ സ്റ്റേറ്റ് ബോർഡ് ആസ് വെൽ ആസ് CBSE. സോ പഠിക്കുക. ദെൻ ഡിഫ്രാക്ഷൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? പോളറൈസേഷൻ. ഓക്കെ, പോളറൈസേഷൻ. ദെൻ അതിൽ നമ്മൾ 2 ലോസ് പറഞ്ഞു. മാലസ് ലോ
ആൻഡ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് റിസോൾവിങ് പവർ, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഇക്വേഷൻസ് ഒക്കെ നന്നായി പഠിക്കുക. റിസോൾവിങ് പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ല മാർക്ക് വേവ് ഒപ്റ്റിക്സിൽ നിന്നും മേടിക്കാനായിട്ട് സാധിക്കും. സോ ഗൈസ്, നല്ല പോലെ ഇരുന്ന് പഠിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. സോ താങ്ക് യു സോ മച്ച്. സോ ഇനിയും നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഒക്കെ കൂടുതലായിട്ട് നല്ലപോലെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓരോ പോർഷൻസും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് ഒപ്റ്റിക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്നതായിരിക്കും. വേഗം പോയി വാച്ച് ചെയ്യുക, കാണാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.